ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ജോർജറ്റും ക്രേപ്പും പോലുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ അരികെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉഷ ജെനോ മെഷീനിൽ പീക്കോ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. പീക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലുള്ള ഫൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മെഷീൻ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുണ്ടായ കിറ്റിലുണ്ടായ ഒരു ഫൂട്ടറാണ്. ഇതിന്റെ മുൻഭാഗം ഇങ്ങനെ കുറച്ച് ചുരുണ്ടൊക്കെ ഇരിക്കുന്ന ടൈപ്പാണ് ഇത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഈ പ്രഷർ ഒന്ന് മാറ്റേണ്ടി വരും. അതിനായിട്ട് നമ്മൾ ഈ മെഷീൻ്റെ അകത്ത് ഇതുപോലെ ബാക്കിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുമ്പം നമ്മുടെ ഫൂട്ടർ താഴേക്ക് അഴിഞ്ഞു വീഴും. ഉഷ ജെനോ മെഷീൻ്റെ അകത്ത് ഫൂട്ടറൊക്കെ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിന് സ്ക്രൂ അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളിതാ ഈ ഒരു ഫൂട്ടർ എടുത്ത് താഴെ കാണുന്ന ഈ രണ്ട് ഗ്യാപ്പും സെയിം ആക്കി വെച്ച് ഈ താഴെ പ്രഷർ താഴ്ത്തുന്ന ആ ലിവർ ഒന്ന് പിടിച്ച് താഴ്ത്തിയിട്ട് പൊക്കുമ്പോഴേക്കും നമ്മുടെ ഫൂട്ടർ അതിൽ കണക്റ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അധികർക്കും അറിയായിരിക്കും, എന്നാലും ഒന്നോ രണ്ടോ ആളെങ്കിലും അറിയാത്തതായിട്ടുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്രമാണ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫൂട്ടർ ഫിറ്റാക്കി. ഇനി നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും സെലക്ടറും മാറ്റേണ്ട ആവശ്യമുണ്ട്. സെലക്ടർ നമുക്ക് സീല് വെക്കാം. സീലാണ് സിക്സാക്ക് സ്റ്റിച്ച് വരുന്നത്. പിന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് നമുക്ക് 0 to 1 വെച്ച് കൊടുക്കാം. ഞാൻ 1 വെച്ചത്. പിന്നെ ടെൻഷനൊന്നും ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. പീക്കോ ചെയ്യുമ്പോൾ ഞാനത് ചെയ്യാറില്ല. ഇനി നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. എഡ്ജസ് തൊട്ടിട്ട് പീക്കോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം നോർമൽ സ്റ്റിച്ച് സ്ട്രെയിറ്റ് സ്റ്റിച്ച് തന്നെ ഒന്നോ രണ്ടോ അടിവ് നമ്മുടെ ആ തട്ടത്തിട്ട് കൊടുത്ത് നൂലൊന്ന് നീട്ടി വലിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തുണീൻ്റെ എഡ്ജ് തന്നെ പ്രസറിൻ്റെ ആ ഒരു വളവ് വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്ത് പ്രസർ താഴ്ത്തിയിട്ട് നമ്മൾ ആ നീട്ടി ഇട്ട് കൊടുത്ത നൂലൊന്ന് ജസ്റ്റ് ബാക്കിലേക്ക് വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ പീക്കോ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുന്നതായിരിക്കും. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പം ആ ഗ്യാപ്പിലൂടെ തന്നെ തുണി കടത്തി വിടാൻ വേണ്ടിയിട്ട് തുണി ഒന്ന് ജസ്റ്റ് പൊക്കി പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അരിക ഒക്കെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് എയർലൈൻ ഫ്രോക്ക്, അംബ്രല്ല ഫ്രോക്കിൻ്റെ ഒക്കെ അകം മടക്കി തയ്ക്കുന്നതിന് പകരമോ അല്ലെങ്കിൽ നമ്മൾ ടങ്കീസൊക്കെ ഇട്ടിട്ട് ചെയ്യാറില്ല, അതിന് പകരമൊക്കെ ആയിട്ടും പിന്നെ നമ്മൾ ഷാളിൻ്റെ അരികൊക്കെ സ്റ്റിച്ച് ഫിനിഷ് ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നല്ല ഉരുട്ടി അടിച്ചിട്ട് എടുക്കാൻ തന്നെ ഇതിനെ കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുട്ടി വീഡിയോ ആണ്. ജസ്റ്റ് ആ ഒരു ടിപ്പ് ഒന്ന് പറഞ്ഞു തരണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ മെറ്റീരിയൽ വെച്ച് ഞാൻ എന്താ അടിച്ചതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താനും പിന്നെ എന്തെങ്കിലും പുതിയ പുതിയ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാനും കമൻറ്റ് ബോക്സും ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.